രാഷ്ട്രീയ നേതാക്കളുടെ ജാതി പറഞ്ഞുകൊണ്ട് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആദ്യമായല്ല. ഇപ്രാവശ്യം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സതീശൻ ഈഴവ വിരോധിയാണെന്നും ഈഴവനായി K സുധാകരനെ VD സതീശൻ ഒതുക്കിയെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. സതീശൻ മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണെന്നും സ്ഥാനമുറപ്പിക്കാനാണ് സതീശന്റെ നീക്കങ്ങളെന്നും വെള്ളാപ്പള്ളി തുറന്നടിക്കുകയായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പരമപന്നനാണ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കേണ്ടതുണ്ടോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചിരുന്നു. ഇത് ആദ്യമായല്ല VD സതീശനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരുന്നത്. മുൻപും പലതവണ സതീശനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി വെള്ളാപ്പള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും സാമുദായിക സംഘടനകളുടെ സതീശനോടുള്ള എതിർപ്പ് ഗുണമാകുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കാണ്. കോൺഗ്രസ് നേതാക്കളിൽ സതീശനോ രമേശ് ചെന്നിത്തലയോ കേമൻ എന്ന തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്കും പൊതുമണ്ഡലത്തിൽ തുടക്കമായിട്ടുണ്ട്. ഇതിന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ തുടക്കമിടുകയും ചെയ്തപ്പോൾ ജാതി സംഘടനകളുമായി ചെന്നിത്തല കൂടുതൽ അടുക്കുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാകും. തങ്ങളിൽ ആരാണ് കേമനെന്ന് തെളിയിക്കാൻ പഠിച്ചുപടി 18 നടത്തി ചർച്ചകൾ സജീവമാക്കി വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പിച്ചുകൾ തയ്യാറാക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ കണക്കാക്കുമ്പോഴും ലക്ഷ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പുറത്ത് നേതാക്കൾ നല്ല വിള ചമഞ്ഞ് നടക്കുമ്പോഴും ചർച്ചകൾ നടക്കട്ടെ എന്ന് അവരെല്ലാം മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അതിന് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ തുടക്കമിടുകയും കൂടി ചെയ്തപ്പോൾ അവർ ഉള്ളിൽ സന്തോഷിക്കുന്നുമുണ്ട്. സതീശന്റെ പിന്നിൽ യുവ നേതൃത്വം അണിനിരുന്നതോടെ ഒരു സതീശൻ ഗ്രൂപ്പ് തന്നെ കോൺഗ്രസിൽ ഉടലെടുത്തു. VD സതീശനും K സുധാകരനും തമ്മിലുള്ള അഭിപ്രായ അനൈക്യം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരികയും ചെയ്തു. ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയവും പാലക്കാട്ടെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പിലെ വിജയ തുടർച്ചയും നിലമ്പൂരിലെ അട്ടിമറി വിജയവും കോൺഗ്രസിനെ തേടിയെത്തിയതോടെ വിജയം ആരുടെ ക്രെഡിറ്റ് എന്ന ചർച്ചയായി. ഒപ്പം മുഖ്യമന്ത്രി ചർച്ചയും സജീവമായി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഹൈക്കമാൻഡിനും താല്പര്യം സതീശനോടാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണയും സതീശനുണ്ട്. എന്നാൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് സാമുദായിക സംഘടനകളുടെ പിന്തുണയും ആവശ്യമാണ്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തുടക്കമിട്ടത് തന്നെ സതീശനെ ലക്ഷ്യം വെച്ചായിരുന്നു. കോൺഗ്രസിലെ നിരവധി നേതാക്കളെ തനിക്കറിയാം. എന്നാൽ മറ്റൊരു നേതാവിനും ഇത്രയും ധാർഷ്ട്യമില്ല. സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ പ്രാണിയായി മാറുകയാണ്. സമുദായ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും സതീശൻ തള്ളി. ഒറ്റയ്ക്കായി എന്ന് തോന്നിയപ്പോഴാണ് പല വിഷയങ്ങളിലും തിരുത്തൽ നടപടിക്ക് സതീശൻ തയ്യാറായത്. അഹങ്കാരത്തിന്റെ ആൾ രൂപമായി മുന്നോട്ട് പോയാൽ സതീശന്റെ രാഷ്ട്രീയ ജീവിതം സർവനാശത്തിലേക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി മുൻപ് പറഞ്ഞിരുന്നു. തുടർച്ചയായുള്ള VD സതീശനോടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ സമീപനത്തിൽ സതീശന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ്. എന്നാൽ സതീശന്റെ ഈ നിലപാട് അദ്ദേഹത്തിന് ഗുണകരമാകുന്നതിനുള്ള സാധ്യതകൾ കുറവാണ്.